ഹലോ ഗായ്സ്, നിങ്ങൾ ഒരു ടവർ കാണിക്കാം. ഞാൻ ഇവിടുത്തെ ടവറാണ്. ഉണ്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ടവറാണ്. ഞങ്ങൾ കുവൈറ്റ് സിറ്റിയിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി നേരത്തേക്ക് അതിന് ഞാൻ പിന്നെ അടുത്ത സ്ഥലത്തെത്തുമ്പോൾ കാണിച്ചു തരാം. കുവൈറ്റ് സിറ്റിയാണ് ഗൈസ് ഇത്. കുവൈറ്റ് സിറ്റിയിലോട്ട് പോകുന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് കുവൈറ്റ് സിറ്റിയിലോട്ട് പോകുന്നുള്ള കാഴ്ചകളാണ് ഗൈസ്. പിന്നെ ഇവിടുത്തെ റോഡൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഭയങ്കര സ്മൂത്താണ്. ആൾക്കാർക്കൊക്കെ പോകാൻ ഭയങ്കര ഈസിയാണ് ഗൈസ്. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഇവിടുത്തെ പെട്രോൾ പമ്പാണ് ഗൈസ്. മൈ ഗോഡ്, നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഭേദം. വേണ്ട, അവിടെ ക്രിസ്റ്റൽ ടവർ എന്ന് പറഞ്ഞ ടവറുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ അവിടെ ക്രിസ്റ്റൽ ടവർ എന്ന് പറഞ്ഞ ടവറുണ്ട്. ക്രിസ്റ്റൽ ടവർ എന്ന് പറഞ്ഞ ടവറുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത് ആ കുതിച്ച് പായുന്നു. അപ്പം നമ്മൾ മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രത്യേക കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഞങ്ങൾ പിന്നെയും അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ചില പോസായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ട്. ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരം നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ഇനിയും പോകാൻ നേരം ചെറിയ ടവറൊക്കെ വരും. ആ ടവറിൻ്റെ അവിടെയൊക്കെ ഞാൻ കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് കുവൈറ്റ് സിറ്റി. നമുക്ക് കുറച്ച് ദൂരം ഇങ്ങ് വന്നപ്പോൾ തന്നെ ഈ സ്ഥലം കണ്ടു. നമ്മൾ സെറ്റാണ്. ഇത് റെസ്റ്റോറൻ്റൊക്കെയാണ്, ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് നമുക്ക് ചൈനീസ് ഉണ്ട്, എല്ലാത്തരം ഫുഡും ഇവിടെ കിട്ടും ഗൈസ്. ഇതാണ് ഹസ്ബാൻ ടവർ. നമുക്കിവിടെ വലിയൊരു ടവർ കാണാം ഇവിടെ. പിന്നെ ഇവിടെ 3 തരം ബസ്സുണ്ട്. ആ ബസ്സിൽ ഒന്നാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്, ഒന്നാണിപ്പോൾ പോയത്. ഒരു ഗ്രേ കളറിലെ, പിന്നെ റെഡ് കളറിലെ, പിന്നെ ഇപ്പോൾ പോയ ഓറഞ്ച്. അങ്ങനെ 3 ബസ്സസുണ്ട്. അതിനൊരു ടവർ നമുക്കിവിടെ കാണാം. അതിന് മണ്ടക്കൂട്ടി ടവർ പോകുന്നുണ്ട്. അത് നോക്കിയാൽ കാണാം. ഇതാണ് റെഡ് ബസ്, ഡബിൾ ഡെക്കറാണിത്. ഇതുപോലത്തെ ബസ്സുമുണ്ട്, ചെറിയ ബസ്സുമുണ്ട്. ഇവിടുത്തെ ഒരു ഭയങ്കര കോടീശ്വര. പിന്നെ നമ്മുടെ ഫ്രീഡമാണ്. ഇന്ന് ഹാപ്പി ഓണം എല്ലാവർക്കും. ഇന്ന് ഓണമായിരുന്നു. ഓക്കെ, അപ്പം അടുത്ത ബ്ലോക്കിലാണ് ഞങ്ങളിപ്പം. ബ്ലോക്കൊക്കെ അതുപോലെ തന്നെ 5 സെക്കൻഡ്. ഈ സൈഡിലാണെങ്കിൽ എന്നാ ഒരു കമ്പനിയുടെ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ലൈറ്റ് കാണാം ഗൈസ്. ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. കണ്ടോ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ ഗൈസ്. ഈ സമയത്ത് വന്നാൽ ഒരുമാതിരി നല്ല രസമാണ് കാണാൻ വേണ്ടിയൊക്കെ. കണ്ടോ ഗൈസ്, ഇതാണ് വിസയും വിസ ഇല്ല, ടിക്കറ്റ് ഇല്ല. ഞാൻ കാണിച്ചു തന്നേക്കുവാണ്. വോൾക്ക് KPIയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഗൈസ് ഫസ്റ്റ് ട്രാവലായിരിക്കും നിങ്ങളെ. ഇതുപോലെ പിന്നെ ഞങ്ങളുടെ കോഴിക്കോടിൻ്റെ സ്വന്തം നെസ്റ്റോ ഹൈപ്പറുണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയത്തില്ല. നമ്മളങ്ങനെ സ്റ്റോപ്പിലെത്തിയിരിക്കുവാണ്. നമുക്ക് ഇറങ്ങാൻ കഴിയും. ഇനി സ്റ്റോപ്പിലെത്തി ഗൈസ്. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഒരു പാത്ത് പോകുന്നുണ്ട്, നേരെ ഒരു പാത്ത് പോകുന്നുണ്ട്. ഈ പാത്ത് നടന്ന് സൈക്കിളാണ് ചേരുന്നത്. അപ്പം നമുക്ക് നേരെ നടക്കാം. നമ്മൾ നാട്ടിലോട്ട് വരുവാണ് 20-ാം തീയതി. അതുകൊണ്ട് കുറച്ച് ഡേറ്റ്സൊക്കെ മേടിക്കാൻ വന്നതാണ്. കപ്പലണ്ടിയും കാഷ്നട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതാണ്. ഇതാണ് മുന്നോട്ട് നടക്കാം. ഇനി ഇവിടെയൊക്കെ കട്ട ഓഫറാണ് ഗൈസ്. ഓഫറാണ്. ഞാനും എൻ്റെ അമ്മയെ ഒന്നിച്ചു ഇവിടെ നെസ്റ്റോ ഹൈപ്പർ. നമുക്ക് ഇവിടെ ഇറങ്ങാൻ സൂക്ക് അൽ മുബാറക്ക്. ഗൈസ്, നമ്മളിവിടാണ് ഇപ്പോൾ സൂക്കിലാണ്. സൂക്ക് എന്ന് പറഞ്ഞാൽ അറബി വേർഡാണ്. നമ്മുടെ മലയാളത്തിലോട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ്, അത്രയേ ഉള്ളൂ. സൂക്ക് അൽ അബ്റാർ. ഇതാണ് മുബാറിക്ക മാർക്കറ്റ്. ഇതാണ് മുബാറിക്ക മാർക്കറ്റ്. നമുക്കിനി മുന്നോട്ട് നടക്കാം. ഇതാണ് നമ്മൾ
സൈഡ് ഗോൾഡൊക്കെ ഉണ്ട്, തയ്ക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാം. ഒരു ബാഗ് മേടിക്കുന്ന ആടെയുണ്ട്. പിന്നെ ഇവിടെ ഒരു തുണിക്കട ഉണ്ട്. പിന്നെ അവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പ്. പിന്നെ അവിടെ കോട്ടൺ സെറ്റ് ആ സൈഡിലുണ്ട്. അങ്ങനെ പല കുറേ കടകളുണ്ട്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. കയറിയെന്ന് വന്നാൽ മതി. കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. നമുക്ക് മുന്നോട്ട് നടക്കാം. ഇനി സ്റ്റോപ്പ് ചെയ്യും. മുന്നോട്ട് നടക്കാം ഗൈസ്. അടുത്ത ക്യാപ്പ് നമ്മൾ ഇവിടുന്ന് ഓരോ കടകളിൽ കയറുന്ന വീഡിയോസ് കാണിക്കാം ഗൈസ്. അപ്പം ഈ അടുത്ത ഷോട്ടിൽ നമ്മൾ വീഡിയോസ് കാണിക്കാം ഗൈസ്. ഇവിടെ പെർഫ്യൂംസിൻ്റെ കടയൊക്കെ ഉണ്ട്. പെർഫ്യൂം അങ്ങനെയൊക്കെ ഉള്ളൂ ഗൈസ്. മുന്നോട്ട് പോയാൽ ഇവിടുത്തെ ഒരു പെർഫ്യൂം വാങ്ങിച്ചാൽ 2 പെർഫ്യൂം കിട്ടും. 2 പെർഫ്യൂം വാങ്ങിച്ചാൽ 4 പെർഫ്യൂം കിട്ടുന്ന ഒരു ഷോപ്പാണ് ഗൈസ്. അത് നിങ്ങളിപ്പോൾ കുവൈറ്റിലാണെങ്കിൽ മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെ കുവൈറ്റ് സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് സ്ഥലം. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. 2 പാദമായി കിടക്കുന്ന സൂക്ക് മാർക്കറ്റ്. ഇഷ്ടമുള്ള എല്ലാം മേടിച്ചുകൊണ്ടാണ് ഗൈസ്. വരുക, പർച്ചേസ് ചെയ്യുക. ഓരോ ഐറ്റത്തിനും ഓരോ സെക്ഷനാണ്. തുണി, ഷൂ അങ്ങനെയുള്ള കാര്യത്തിന്. പ്ലെയേഴ്സിനെല്ലാം ഒരു സെക്ഷൻ. ടോയ്സ് ആണ്. ഇപ്പം നിങ്ങൾ മുബാറക്കിയ വന്ന് അവിടെ വരുവാണെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഇവിടെ എല്ലാം കിട്ടുന്നതാണ്. ഒരു പട്ട് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് കണ്ടേണ്ടതാണ്. എല്ലാ ഇന്ത്യൻസും ചില കുവൈറ്റ് മലയാളികളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവരെല്ലാം വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണിത്. ഇവിടെയൊക്കെ പെർഫ്യൂമിന് 1 എടുത്താൽ 2 ഫ്രീ ആയിരിക്കും. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുർത്തി ക്ലോത്ത്. ഈ ലെഫ്റ്റ് സൈഡ് മണ്ടക്കടൊക്കെ ഉണ്ട്. പുതിയ ലൈറ്റ്സ് ഒക്കെ കാണാം നിങ്ങൾക്ക്. പിന്നെ നമുക്ക് കുറേ സ്ഥലം കാണും. നമുക്ക് തുണിക്കൊരു സെക്ഷൻ, ടോയ്സിന് ഒരു സെക്ഷൻ. ആ സെക്ഷനാണ്. അതറിയാൻ വേണ്ടി മണ്ടയ്ക്ക് സൈൻ ബോർഡ് നിങ്ങൾ നോക്കണം. ടാബ് ലാപ്ടോപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടുന്നതാണ് ഗൈസ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ്. മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഈ ബാഗ് വരെ ഞാൻ മേടിച്ചത് ഇവിടുന്നാണ് ഗൈസ്. ഞാൻ സത്യം പറയാണ് ഗൈസ്. വെറും 499 ഫിൽസേ ഉള്ളൂ. 499 ഫിൽസേ ഉള്ളൂ ഗൈസ്. അപ്പം മസ്റ്റായിട്ട് നടക്കണം. ഷോപ്പാണ് എല്ലായിടത്തും. ഇത് സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ ഷോപ്പാണ്. നമുക്കിത് മുന്നോട്ട് നടക്കാനാണ്. അങ്ങോട്ടൊക്കെ പോകുന്നു. അങ്ങോട്ടൊക്കെ നമുക്ക് സ്പ്രേ ആണ്. പിന്നെ നമുക്ക് ഡേറ്റ്സ് ആണെങ്കിൽ അങ്ങറ്റത്താണ് ഡേറ്റ്സ് ഒക്കെ ഉള്ളത്. ഒറ്റ നടക്കണം. അന്ന് നമ്മൾ പോയത് വേറെ ഇവിടെയാണ് ഗൈസ്. നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യേണ്ട നല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാം ഗൈസ് എങ്ങനെയൊക്കെ ഉള്ളത്. ഗൈസ് അടുത്ത നമുക്ക് നമ്മുടെ കടയിലോട്ട് കയറാം ഗൈസ്. നമുക്ക് മുന്നോട്ട് പോകാം. കടകളൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. ഒത്തിരി കടകളുണ്ട്. കാണാൻ വേണ്ടിയൊക്കെ ഉള്ള ഒത്തിരി കടകളുണ്ട്. വെജിറ്റബിൾ കട ഇവിടെ ആണെന്ന് തോന്നുന്നു. ഗൈസ് നമുക്ക് ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. ഫ്രൂട്ട്സ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് മാർക്കറ്റിലോട്ട് പോവാം. ഇവിടെ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്. ഫ്രൂട്ട്സ് മാർക്കറ്റിലോട്ട് പോകാം. പിന്നെ ഇവിടെ വന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്. അവിടെയാണ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. വേണമെങ്കിൽ നേരെ വന്ന് ലെഫ്റ്റ് എടുത്താൽ മതി. ഒറ്റ വരവ് നേരെ വന്നിട്ട്
കസീനോയുടെ അവിടെ വന്നിട്ട് ലെഫ്റ്റ് അടിച്ചാൽ മതി ഗൈസ്. കസീനോ എന്ന് പറഞ്ഞാൽ ഒരു തുണി ഈ സൈഡിൽ എന്തോ ഷോപ്പ് വരുവാണ്. തുണി ഷോപ്പാണിത്. പിന്നെ ആ സൈഡിൽ ചോയ്സ് ചിപ്സസ്. ഈ സൈഡിലോട്ട് വരാം ഗൈസ്. ടോയ്സ് ഫുൾ ഡ്രസ്സസ്. പിന്നെ നമുക്ക് വേണ്ട ഈന്തപ്പഴം മറ്റൊന്ന് വെച്ചെല്ലാം കിട്ടും. പിന്നെ കുറച്ച് സ്ഥലമൊക്കെ നമ്മൾക്ക് ഇങ്ങനെ നാട്ടിൽ പോകുന്നവർക്കൊക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ് ഇത്. നിങ്ങൾക്ക് നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വിലക്കുറവിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ വിലക്കുറവിൽ കിട്ടും. ഒരുമാതിരിയൊക്കെ വിലക്കുറവിൽ കിട്ടും. പിന്നെ സ്പ്രേ കടയൊക്കെ ഉണ്ട്. വിലക്കുറവെന്ന് വെച്ചാൽ നല്ല വിലക്കുറവ് 500. ഇവിടെ മീൻ മാർക്കറ്റ് ഉണ്ട് ഗൈസ്. നിങ്ങൾ മുന്നോട്ട് ചോദിക്കണം. ഗൈസ് മുന്നോട്ട് പോകണം. കുറേ ഉണ്ട് ഗൈസ്. കാണാണ്ട് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. കുറേ ഫ്രൂട്ട്സ് ചെറി പ്ലം അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് നിങ്ങൾ എടുക്കുക, കുഴപ്പമില്ല. അത് വാട്ടർ മെലണൊക്കെ ഉണ്ട്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഡേറ്റ്സ് കട. ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോകണം. ഈന്തപ്പഴമൊക്കെ കൊണ്ടുപോവാം. ഡ്രൈ ഫ്രൂട്ട്സ് ഉപ്പിലിട്ടതൊക്കെ. നമുക്ക് മുന്നോട്ട് നടക്കാം. ഇങ്ങോട്ട് കുറേ കടകളുണ്ട്. മാർക്കറ്റുണ്ട്. തുണിയുണ്ട്. പിന്നെയും തുണി പറയാനുസരിച്ച് പിന്നെയും തുണി വെച്ചോടെ. അമ്മ നമുക്ക് മുന്നോട്ട് പോകാൻ ഡ്രസ്സസ് ഉണ്ട്. ഗേൾസ് പിന്നെ ഫോൺ ഷോപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് കിട്ടും. ഇവിടെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം. ജ്വല്ലറി അപ്പം ഗായ്സ് നമ്മളാണെങ്കിൽ അങ്ങോട്ട് നടന്നിട്ട് തീരുന്നില്ല ഗായ്സ്. സ്ട്രോബെറി ഒക്കെ ഉണ്ട് ഗായ്സ് ഇവിടെ. ഒന്നുകൂടെ മണം പിടിക്കാൻ അവസരം തന്നില്ലെന്ന് പറയാം ഗായ്സ്. നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ഗായ്സ്. നമുക്ക് പിന്നെ പറയാനുള്ള നമ്മളുടെ 98 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, വ്യൂസ് ആയിട്ടുണ്ട് ഗായ്സ്. അതിനൊക്കെ ഞങ്ങൾക്ക് നല്ലതായിട്ട് താങ്ക് യു പറയുവാണ്. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല. ചോദിക്കുമല്ല. നല്ല ഹ്യൂമിഡിറ്റിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ മല. കേരളക്കാർ പറയും അവന്മാരങ്ങ് പുഴുങ്ങുവാണ്. പക്ഷേ ഇവിടാണ് ഹ്യൂമിഡിറ്റി. അത് കഴിച്ച് നമുക്ക് മുന്നോട്ട് നടക്കുകയാണ്. നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് ഗായ്സ്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ സാധനങ്ങളും. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ഇങ്ങോട്ട് this side to this side. നിങ്ങൾക്ക് പിക്കിളൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. പിക്കിള് കിട്ടാത്തവരാണ് ഇതൊക്കെ വന്നാൽ മതി ഗായ്സ്. അപ്പം നമ്മൾ മുന്നോട്ട് നടന്നു പോവാണ്. നിങ്ങൾ
നാട്ടിൽ പോകുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് മസ്റ്റ് ചിപ്സ് നിങ്ങൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും ഗൈസ്. മസ്റ്റായിട്ട് വന്ന് ചെയ്യണം. ഈ സൈഡൊക്കെ പിന്നെ ഒരു ചെറിയ പെർഫ്യൂമുണ്ട്. അപ്പം നമ്മൾ കുറച്ചേ ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കുന്നു. സാധനം കിട്ടുന്നില്ല. ഇവിടെ നീന്തപ്പഴം കിട്ടുന്നില്ല. നമ്മളൊരു ഒരു കടയിൽ നമ്മൾ മേടിച്ചായിരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട KIBയുടെ സാധനം. ഇവിടെ എടുത്താൽ KIB എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാസ്റ്റ് എന്തൊരു സംഭവം അത്. KIBയുടെ അവിടെ വന്നിട്ട് ഇറങ്ങിയാൽ മതി. ഞങ്ങൾ കാണിക്കാം. കടയൊന്നുമല്ല കാണിക്കുന്നത്. നല്ല നല്ല കടകളുണ്ട്. പെർഫ്യൂംസ്, ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ കടയുണ്ട്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് പിന്നെ ഇവിടെ തന്നെ എത്തി. കാശ് എന്താണെന്ന് അറിയത്തില്ല. കറങ്ങിത്തിരിപ്പ് മാത്രം. കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി. അതുപോലെ നമ്മൾ കയറി അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ ഇവിടെ തന്നെ എത്തി. ചുറ്റു പറ്റും. നിങ്ങൾ പിന്നെ ഒരു മാപ്പൊക്കെ ആയിട്ട് വരണം. ഫുൾ മാപ്പ്. അപ്പം നമുക്ക് കയറാൻ പറ്റും. അതൊന്നും കറങ്ങി തീർക്കാനേ പറ്റത്തില്ല. ഈ സൈഡ് അത് കൺസ്ട്രക്ഷൻ നടക്കുവാണ്. ഈ സൈഡ് നമുക്ക് വേണമെങ്കിൽ ഉള്ള എന്തൊക്കെയോ ജ്യൂസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ പെർഫ്യൂമുണ്ട്. ഈ സൈഡിൽ പെർഫ്യൂംസ് ഉണ്ട്. പിന്നെ ആ സൈഡിൽ വേറെ കുറേ തിങ്സ് ഉണ്ട്. ആ സൈഡിൽ വേറെ തിങ്സ്.